ജാക്കി ചാൻ പുള്ളിയുടെ മകന് സ്വത്ത് കൊടുക്കുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഒരുപാട് സുഖങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് ജീവിതത്തിൻ്റെ ആസ്വാദനമൊക്കെ കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നോക്കുമ്പോൾ എനിക്ക് ജീവിതത്തിലൊരു ആസ്വാദനമൊക്കെ കഴിഞ്ഞു പോയി. ഇപ്പോൾ നിലവിൽ എനിക്കൊരു സ്വസ്ഥതയില്ല. കാരണം മകൻ അവന് പൈസ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി അവനത് വളർത്തിക്കൊണ്ടുവരട്ടെ. അവനുള്ള സ്വത്ത് അവൻ ഉണ്ടാക്കി കൊണ്ടുവരട്ടെ. ഞാൻ എൻ്റെ സ്വത്തൊന്നും ഇനി അവന് കൊടുക്കുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവന് സ്വത്തുണ്ടാക്കി പഠിക്കട്ടെ. ഞാൻ അങ്ങനെയല്ല, ഒന്നുമില്ലായ്മയിൽ നിന്നും ഉണ്ടാക്കിയതാണല്ലോ. അപ്പോൾ ഇവന് അങ്ങനെ സ്വത്ത് കൊടുക്കാൻ ഞാൻ തയ്യാറില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ പുള്ളിക്കാരൻ ചാരിറ്റിക്ക് കൊടുത്തു 3300 കോടി രൂപ. അപ്പോൾ പുള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മകന് ഇപ്പം അത് കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് വേറെ കാരണമുണ്ട് ഇതിനകത്ത്. ഇവൻ ആൾ ചുവല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ലഹരിക്കടിമയായതുകൊണ്ട് ഇവനെ നന്നാക്കാൻ കുറേ നോക്കിയെങ്കിലും അവരുടെ ലൈഫ് വേറെയാണല്ലോ. നമ്മുടെ കേരളം പോലെ അല്ലല്ലോ, ഇന്ത്യയുടെ ഒരു സംസ്കാരമല്ല. അപ്പോൾ അവർ ആ രീതിയിലൊക്കെ നന്നാക്കാൻ നോക്കിയിട്ടൊന്നും നന്നാവുന്നില്ല. അപ്പോൾ ജാക്കി ചാൻ നോക്കിയപ്പോൾ ഇനി ജീവിതം ഇത്രയ്ക്കായി, ഇനി മകന് വേണ്ടി നമ്മൾ സമ്പാദിച്ച് കൊടുത്ത് അവൻ ഈ കഞ്ചാവ് അടിച്ച് കളയുള്ളൂ. അതുകൊണ്ട് മകന് കൊടുക്കുന്നില്ല. ആ പൈസ ചാരിറ്റിക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവും നമുക്ക്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരത് കൊടുക്കുന്നില്ല, നിർത്തി. മോനെ ഉപേക്ഷിച്ചു ആ കാര്യത്തിൽ, സ്വത്തൊന്നും കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഈ മോനവനും പുള്ളി തമ്മിലുള്ള ബന്ധം, അങ്ങനെ ജീവിതത്തിലൊരു സ്വസ്ഥതയില്ല. അങ്ങനെ മോൻ്റെ ഒരു ഇത് കിട്ടിയില്ല പുള്ളിക്ക്. ഇപ്പോൾ സ്വത്ത് പാവപ്പെട്ടവർക്ക് കൊടുക്കുകയാണ്. എത്ര വലിയ മനുഷ്യനായിരുന്നല്ലേ. ഇതുപോലെ സ്വത്തുള്ള ആളുകളുടെ ഒരു അവസ്ഥയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്കൊരു ജീവിതത്തിൻ്റെ ഒരു ആസ്വാദനം എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ ഒരു സത്ത കിട്ടുന്നില്ല. അതാണ് ശരിക്കും ഇവരെയൊക്കെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ അടിച്ച് പൊളിക്കുന്നുണ്ട്, ടൂറ് പോകുന്നുണ്ട്, ആഡംബര കാറുകൾ ഉപയോഗിക്കുന്നു, ആഡംബരമായ സ്ഥലങ്ങളിൽ നടക്കുന്നു, 5 സ്റ്റാർ ഹോട്ടലുകൾ, അതുപോലെയുള്ള ആളുകൾ എല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും ഒരു മനസ്സുഖം കിട്ടുന്നില്ല. ആ മനസ്സുഖം തേടി നടക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് അവർ പോകുമ്പോഴാണ് അവർക്കത് കിട്ടുന്നതെന്ന് തോന്നുന്നു. ഏതായാലും സ്വത്ത് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല എന്ന് എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു തുടങ്ങി എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.